ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. 2013 തുടങ്ങിയ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് അല്ലെങ്കിൽ DCU കഴിഞ്ഞ വർഷം അവസാനിച്ചോടുകൂടി DC വീണ്ടും ഒരു റീബൂട്ടിന് ഒരുങ്ങുകയാണ്. സോ ഈ പുതിയ DC യൂണിവേഴ്സ് എവിടുന്ന് തുടങ്ങുന്നു, ഏതൊക്കെ സിനിമകളും സീരീസും അതിൻ്റെ കീഴിൽ വരും എന്നൊക്കെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഒരു ലൈഫ് ലോങ് DC ഫാൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണിത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എൻ്റെ കണ്ടന്റ് കൊള്ളാൻ തോന്നുമെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. ഓക്കെ, ആദ്യം അല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. 2013 മാൻ ഓഫ് സ്റ്റീൽ വരുന്നു. MCU ആയിട്ട് മത്സരിക്കാൻ വേണ്ടി മാൻ ഓഫ് സ്റ്റീൽ ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാനുമായിട്ട് കണക്ട് ചെയ്ത് ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കാൻ സ്റ്റുഡിയോ ശ്രമിക്കുന്നു. നോളൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ മറ്റൊരു ബാറ്റ്മാൻ vs സൂപ്പർമാൻ സിനിമയോട് കൂടി DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിന് തുടക്കമിടുന്നു. പക്ഷേ അത് ഫ്ലോപ്പ് ആകുന്നു. അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരാളില്ലാത്തത് കൊണ്ടോ പിന്നാലെ വന്ന ഒട്ടുമിക്ക DC സിനിമകൾക്കും മോശം റിവ്യൂ കിട്ടുന്നു അല്ലെങ്കിൽ ഫ്ലോപ്പ് ആകുന്നു. ഫാൻസും സ്റ്റുഡിയോയും തമ്മിൽ ക്ലാഷ് ആകുന്നു. അങ്ങനെ അക്വാമാൻ 2 കൂടി ഓർത്തിരിക്കുന്ന 1-2 സിനിമകളും കുറച്ച് നല്ല മൊമെൻറ്റ്സുമായി ആ യൂണിവേഴ്സ് അവസാനിക്കുന്നു. പുതിയ DC യൂണിവേഴ്സിന് തുടക്കമിടുന്നത് ജെയിംസ് ഗൺ, പീറ്റർ സാഫ്രൻ എന്ന 2 പേരുടെ ലീഡർഷിപ്പിലാണ്. ജെയിംസ് ഗൺ ഒട്ടുമിക്ക മാർവൽ ഫാൻസിനും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. മാർവലിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സിനിമകളായ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി സിനിമകൾ ഡയറക്ട് ചെയ്തത് ജെയിംസ് ഗൺ ആയിരുന്നു. പിന്നീട് DCക്ക് വേണ്ടി 2021 സൂയിസൈഡ് സ്ക്വാഡും ഡയറക്ട് ചെയ്തു. മാർവലിലെ തന്റെ കോൺട്രാക്ട് തീർന്നതിന് ശേഷമാണ് പുതിയ DC യൂണിവേഴ്സ് ഏറ്റെടുക്കാനുള്ള ഓഫർ പുള്ളിക്ക് കിട്ടുന്നത്. വലിയ ഗംഭീര ഇവന്റ് ഒന്നും നടത്താതെ വളരെ സിമ്പിളായി ഒരു യൂട്യൂബ് വീഡിയോയിൽ പുള്ളി വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ഈ പുതിയ DC യൂണിവേഴ്സിൽ എന്തൊക്കെ ഫാൻസിന് എക്സ്പെക്ട് ചെയ്യാമെന്നും ഏതൊക്കെ ക്യാരക്ടേഴ്സ് വരുമെന്നും. ഈ പുതിയ DC യൂണിവേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിനിമ, ആനിമേഷൻ, കോമിക്സ്, ഗെയിംസ് ഇവയെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യുക എന്നതാണ്. അതായത് സിനിമയിൽ വരുന്ന അതേ ക്യാരക്ടേഴ്സ് ആനിമേഷനിലും വരും, അതേ ആക്ടേഴ്സ് തന്നെ സൗണ്ടും കൊടുക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ഫോർമാറ്റിൽ കഥ മുൻപോട്ട് കൊണ്ടുപോകും, കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ. പലരും വിചാരിക്കുന്നത് അടുത്ത വർഷം ഇറങ്ങുന്ന സൂപ്പർമാൻ സിനിമയോട് കൂടിയാണ് പുതിയ DC യൂണിവേഴ്സിന് തുടക്കമിടുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, അതൊരു ഒഫീഷ്യൽ സ്റ്റാർട്ടാണെന്ന് പറയാം. അതല്ലാതെ തന്നെ അൺഒഫീഷ്യലായി ഓൾറെഡി പുതിയ DC യൂണിവേഴ്സിന് തുടക്കമിട്ടിരുന്നു, അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി. അത് ജെയിംസ് ഗൺ തന്നെ ഡയറക്ട് ചെയ്ത് 2021 ഇറങ്ങിയ സൂയിസൈഡ് സ്ക്വാഡ് സിനിമയോടെയാണെന്ന് പറയാം. സൂയിസൈഡ് സ്ക്വാഡ് 2 ഒരു സോഫ്റ്റ് റീബൂട്ടാണ്. അല്ലെങ്കിൽ ആദ്യത്തെ സൂയിസൈഡ് സ്ക്വാഡിലെ ചില ക്യാരക്ടേഴ്സ് ഇതിൽ തിരിച്ചു വരുന്നുണ്ടെങ്കിലും ആ ഫസ്റ്റ് സൂയിസൈഡ് സ്ക്വാഡുമായിട്ട് ഒരു ബന്ധവുമില്ല. ചില പുതിയ ക്യാരക്ടേഴ്സിനെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ജോൺ സീനയുടെ പീസ് മേക്കർ. അതേ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് പിന്നീട് ഒരു സീരീസും വന്നിരുന്നു. ഇനി അടുത്ത വർഷം പീസ് മേക്കറിന്റെ സീസൺ 2 ഓഗസ്റ്റിൽ റിലീസ് ചെയ്യും. ജെയിംസ് ഗൺ തന്റെ പുതിയ DC യൂണിവേഴ്സ് തുടങ്ങുന്നത് ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന സെഗ്മെന്റോട് കൂടിയാണ്. പുതിയ DC യൂണിവേഴ്സിന് ഒഫീഷ്യലായി തുടക്കമിടുന്നതും ഡിസംബർ 5 റിലീസ് ചെയ്യുന്ന ക്രീച്ചർ കമാൻഡോസ് എന്ന സീരീസിലൂടെയാണ്. 1980 പുറത്തിറങ്ങിയ വിയർഡ് വാർ ടേൽസ് എന്ന കോമിക്കിലാണ് ക്രീച്ചർ കമാൻഡോസിനെ ആദ്യമായി DC ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വെയർവുൾഫ്, വാമ്പയർ, ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ, ഗോർഗോൺ അങ്ങനത്തെ മോൺസ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു ടീമാണ്. ബേസിക്കലി എന്താണോ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ടോം ക്രൂസിന്റെ മമ്മി സിനിമ വഴി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ച് ഫ്ലോപ്പ് ആയത്. വേൾഡ് വാർ 2 കാലത്ത് പ്രോജക്റ്റ് M എന്ന സീക്രട്ട് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഈ മോൺസ്റ്റേഴ്സിന്റെ ടീമിനെ അസംബിൾ ചെയ്തത്. ഇപ്പോഴത്തെ കാലത്ത് സെറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ പക്ഷേ സെയിം കഥയാവാൻ ചാൻസ് ഇല്ല. ഇവിടെ ക്രീച്ചർ കമാൻഡോസിനെ അമാൻഡ വാളർ നയിക്കുന്ന സൂയിസൈഡ് സ്ക്വാഡിന്റെ ടീം B ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ഈ ടീമിൽ വരുന്ന മെമ്പേഴ്സ് എറിക് ഫ്രാങ്കൻസ്റ്റൈൻ, ഡോക്ടർ ഫോസ്ഫറസ്, GI റോബോട്ട്, വീസൽ, ക്ലേഫേസ്, ദ ബ്രൈഡ്. പിന്നെ ഈ ടീമിനെ കൺട്രോൾ ചെയ്യുന്ന അമാൻഡ വാളറും ലീഡ് ചെയ്യുന്ന റിക് ഫ്ലാഗ് സീനിയർ, അതായത് സൂയിസൈഡ് സ്ക്വാഡിലെ റിക് ഫ്ലാഗിന്റെ അച്ഛൻ. ക്രീച്ചർ കമാൻഡോ സീരീസിലെ ഇവന്റ്സ് ചെന്ന് എത്തുന്നത് അടുത്ത വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന സൂപ്പർമാൻ സിനിമയിലോട്ടാണ്. സൂപ്പർമാൻ ലെഗസി അല്ലെങ്കിൽ സൂപ്പർമാൻ ജൂലൈ 11, 2025 റിലീസ് ചെയ്യുന്ന ആദ്യത്തെ DC സിനിമയാണ് സൂപ്പർമാൻ. ഇതിനു മുമ്പ് വന്ന എല്ലാ സൂപ്പർമാൻ സിനിമകളിൽ നിന്നും വ്യത്യസ്തമാണ് സിനിമ. കാരണം ഇതൊരു ഒറിജിനൽ സ്റ്റോറി അല്ല. സൂപ്പർമാൻ ഓൾറെഡി ഈ യൂണിവേഴ്സിലുണ്ട്, എല്ലാവർക്കും സുപരിചിതമാണ്. അതുപോലെ തന്നെ മറ്റു സൂപ്പർ ഹീറോസും മെറ്റാ ഹ്യൂമൻസും ഓൾറെഡി ഈ യൂണിവേഴ്സിലുണ്ട്. ഡേവിഡ് കോൺസെറ്റാണ് പുതിയ സൂപ്പർമാനായി സ്ക്രീനിൽ വരുന്നത്. ലൂയിസ് ലൈനായി വരുന്നത് റേച്ചൽ ബ്രോസ്നഹാനും. ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഒറ്റയടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. ഗായ് ഗാർണറിന്റെ ഗ്രീൻ ലാൻഡൻ, ഹോക്ക് ഗേൾ, മിസ്റ്റർ ടെറിഫിക്, മെറ്റാമോർഫോ, എഞ്ചിനീയർ, റിക് ഫ്ലാഗ് സീനിയർ അങ്ങനെ അറിയപ്പെടാത്ത ക്യാരക്ടേഴ്സിനെ സ്ക്രീനിൽ കൊണ്ടുവന്ന് അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ജെയിംസ് ഗൺ എക്സ്പേർട്ടാണ്. സോ ഇത്രയധികം ക്യാരക്ടേഴ്സിനെ ഒരു സൂപ്പർമാൻ സിനിമയിൽ കൊണ്ടുവരുന്നത് വെറുതെ ആകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാളർ സൂയിസൈഡ് സ്ക്വാഡിനെ കൺട്രോൾ ചെയ്യുന്ന അമാൻഡ വാളർ എന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുന്ന സീരീസ് ആയിരിക്കും വാളർ. അക്കാഡമി അവാർഡ് വിന്നറായ വയോള ഡേവിസ് തന്നെയായിരിക്കും ഈ പുതിയ DC യൂണിവേഴ്സിലും അതേ റോൾ ചെയ്യുന്നത്. പീസ് മേക്കർ സീസൺ 1 സംഭവങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ സൂപ്പർമാൻ സിനിമയിലെ സംഭവങ്ങൾക്ക് ശേഷമോ ആയിരിക്കും ഈ സീരീസിലെ ഇവന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലാൻഡേൺസ് ഗ്രീൻ ലാൻഡേൺസിനെ ഫോക്കസ് ചെയ്യുന്ന HBO സീരീസ് ആയിരിക്കും ലാൻഡേൺസ്. 2 ഗ്രീൻ ലാൻഡേൺസും, അതായത്
ഹാൽ ജോർദനും ജോൺ സ്റ്റുവർട്ടിനെയും ഒരുമിച്ച് ഈ സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആരോൺ പിയറും കൈൽ ചാൻഡലറുമാണ് ജോൺ സ്റ്റുവർട്ടും ഹാൽ ജോർദനുമായി വരുന്നത്. ജെയിംസ് ഗൺ പറഞ്ഞത് ഈ പുതിയ ലാൻഡേൺ ഷോ HBO തന്നെ മാസ്റ്റർ പീസ് ഷോ ആയ ട്രൂ ഡിറ്റക്റ്റീവ് സീസൺ 1 ഒരു ഇൻസ്പിറേഷൻ കാണുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റൈലിലുള്ള ഒരു സൂപ്പർ ഹീറോ സീരീസ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്. 2011 നമുക്ക് ആദ്യമായിട്ടൊരു ഗ്രീൻ ലാൻഡേൺ സിനിമ കിട്ടിയിരുന്നു. അന്ന് റയൻ റൈനോൾഡ്സ് ആയിരുന്നു ഹാൽ ജോർദനെ ആ സിനിമയിൽ വന്നിരുന്നത്. പക്ഷേ അത് വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ജസ്റ്റിസ് ലീഗിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു, അതും നടന്നില്ല. അതുകൊണ്ട് തന്നെ പറയാം ഈ ഗ്രീൻ ലാൻഡേൺ വലിയ ലക്കില്ലാത്തൊരു ക്യാരക്ടറാണ്. Green Lantern's got this. പാരഡൈസ് ലോസ്റ്റ്. പുതിയ വണ്ടർ വുമണിനെ ഈ പുതിയ DC യൂണിവേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീരീസ് ആയിരിക്കും പാരഡൈസ് ലോസ്റ്റ്. വണ്ടർ വുമൺ അല്ലെങ്കിൽ ഡയാനയുടെ ഐലൻഡായ തെമസ്കെറയിലായിരിക്കും കംപ്ലീറ്റ് ആയി ഈ സീരീസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഗെയിം ഓഫ് ത്രോൺസ് പോലെയൊക്കെ ഒരു മിഡീവൽ ഫാന്റസി എലമെന്റ്സ് ഉള്ള ഒരു സൂപ്പർ ഹീറോ സീരീസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമാറോ. ജൂൺ 26, 2026 റിലീസ് ചെയ്യുന്ന സിനിമയാണ് സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമാറോ. സൂപ്പർമാന്റെ കസിനായ കാര സോറലിന്റെ കഥയായിരിക്കും സൂപ്പർ ഗേൾ സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നത്. 2022 ഇറങ്ങിയ ഇതേ പേരിലുള്ള കോമിക്കിനെ ബേസ് ചെയ്തായിരിക്കും സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമാറോ റിലീസ് ചെയ്യുന്നത്. സൂപ്പർമാൻ സിനിമ പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കും ഇതിന്റെ കഥയിലും പ്രസന്റേഷനിലും ഒക്കെ എന്ന് ജെയിംസ് ഗൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിന്റെ ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 1 പോപ്പുലറായ മില്ലി ആക്ടോക്കാണ് സൂപ്പർ ഗേൾ ആയി വരുന്നത്. ഇതിനു മുമ്പ് സൂപ്പർ ഗേൾ 2 തവണ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. 1984 വന്ന സൂപ്പർ ഗേൾ സിനിമയും പിന്നെ 2023 ഇറങ്ങിയ ഫ്ലാഷിൽ. പിന്നീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സൂപ്പർ ഗേൾ സീരീസും ഉണ്ട്. You can't touch me without hurting yourself. That's why he brought me. ബാറ്റ്മാൻ ബ്രേവ് ആൻഡ് ദ ബോൾഡ്. പുതിയ DC യൂണിവേഴ്സിലെ ആദ്യത്തെ ബാറ്റ്മാൻ സിനിമയായിരിക്കും ബാറ്റ്മാൻ ബ്രേവ് ആൻഡ് ദ ബോൾഡ്. ഓൾറെഡി ഇപ്പോഴത്തെ ബാറ്റ്മാനായ റോബർട്ട് പാറ്റിസൺ ആയിരിക്കില്ല ഇവിടെ ബാറ്റ്മാനായി വരുന്നത്. പകരം പുതിയൊരു ആക്ടർ ആയിരിക്കും, പുതിയൊരു ബാറ്റ്മാൻ. ഫ്ലാഷ് സിനിമ ഡയറക്ട് ചെയ്ത ആൻഡി മുഷറ്റിയാണ് ഈ പുതിയ ബാറ്റ്മാൻ സിനിമ ഡയറക്ട് ചെയ്തത്. ഗ്രാൻഡ് മോറിസൺ എഴുതിയ ഇതേ പേരിലുള്ള ബാറ്റ്മാൻ കോമിക്കിനെ ബേസ് ചെയ്തായിരിക്കും ഈ പുതിയ ബാറ്റ്മാൻ സിനിമ. അതുപോലെ തന്നെ ഈ സിനിമയിൽ ആദ്യമായി റോബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. റോബിനായി വരുന്നത് ബാറ്റ്മാന്റെ തന്നെ മകനായ ഡേമിയൻ വെയിൻ ആണ്. I don't have time for this. Now get out of my way before what? ദി അതോറിറ്റി. ഭയങ്കര വയലന്റ് ആയ ഒരു സൂപ്പർ ഹീറോ ടീമാണ് DCന്റെ അതോറിറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദ ബോയ്സ് സീരീസിലെ 7 ഇല്ലേ, അതുപോലൊരു ടീമാണ്. 99 ആദ്യമായി DC കോമിക്സ് അതോറിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ടീമിലുള്ള എഞ്ചിനീയർ എന്നുള്ള ക്യാരക്ടർ വരാൻ പോകുന്ന സൂപ്പർമാൻ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ ടീം ഫെയിൽ ആവുന്നതോടുകൂടിയായിരിക്കും ജസ്റ്റിസ് ലീഗ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജസ്റ്റിസ് ലീഗ് ഇവരെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. സോ നെഗറ്റീവ് ഷെയ്ഡുള്ള ഈ സൂപ്പർ ഹീറോസിനെ ബേസ് ചെയ്തായിരിക്കും അതോറിറ്റി സിനിമ. ടീൻ ടൈറ്റൻസ്. റീസെൻ്റായി അനൗൺസ് ചെയ്ത സിനിമയാണ് ടീൻ ടൈറ്റൻസ്. ഇതുവരെ ടീൻ ടൈറ്റൻസിൻ്റെ ഒരു TV ഷോയും ഒരു ആനിമേറ്റഡ് സീരീസും മാത്രമാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ബിഗ് സ്ക്രീനിൽ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ടീമിനെ കൊണ്ടുവരുന്നത്. റോബിൻ, സ്റ്റാർലൈറ്റ്, റേവൻ, ബീസ്റ്റ് ബോയ്, സൈബോർഗ് അങ്ങനെ നമുക്കറിയാവുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണോ ഈ ലൈവ് ആക്ഷൻ സീരീസിലും വരുന്നതെന്ന് കണ്ടറിയണം. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് വന്ന വേറൊരു അപ്ഡേറ്റ് ആണ് ഒരു ബെയിൻ ഡെസ്ട്രോക്ക് ടീം അപ്പ് സിനിമ കൂടെ ഉണ്ടാവുമെന്ന്. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എഴുതിയ അതേ റൈറ്റേഴ്സ് തന്നെയാണ് ഈ സിനിമ എഴുതാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു സിനിമ ആയിരിക്കുമോ അതോ പിന്നീട് ഒരു TV സീരീസായി മാറുമോ എന്നത് കൺഫേം ആയിട്ടില്ല. Didn't I bury you alive? That's where you made your mistake. അതുപോലെ തന്നെ ബൂസ്റ്റർ ഗോൾഡ് എന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാകുമെന്നും ജെയിംസ് ഗൺ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഗാർഡിയൻസിൽ പീറ്റർ ക്വില്ലായിട്ട് വന്ന ക്രിസ് പ്രാറ്റാണ് ഈ ബൂസ്റ്റർ ഗോൾഡായിട്ട് അഭിനയിക്കാൻ എല്ലാവരും ഫാൻ ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. So he's an idiot. സ്വാം തിങ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സീരീസും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി റീസെൻ്റ് ആയിട്ട് ഒരു സ്വാം തിങ് സീരീസ് വന്നിരുന്നു. എക്സലൻറ്റ് സീരീസാണ്. അത് കോൺജോറിങ് സിനിമയൊക്കെ ഡയറക്ട് ചെയ്ത് ജെയിംസ് വാനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. സോ അത്രയും ക്വാളിറ്റി ഉണ്ട് ആ സീരീസിന്. സോ ഇത്രയുമാണ് പുതിയ DC യൂണിവേഴ്സിൽ പുതുതായി വരാൻ പോകുന്ന സിനിമകളും സീരീസുകളും. ആദ്യകാലങ്ങളിലെ MCU പോലെ ഇതൊരു സക്സസ് ആകുമോ എന്ന് കണ്ടറിയണം. പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ഇത് MCUവിൻ്റെ ഫോർമുല ഫോളോ ചെയ്യാതെ സ്വന്തമായിട്ടൊരു സ്റ്റൈൽ ആൻഡ് ഫ്ലേവർ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം DCയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കഥകളും ഉള്ളൊരു ലോകമാണ്. സോ അടുത്ത ജനറേഷൻ ഓഫ് ഓഡിയൻസിനെങ്കിലും അതിലേക്ക് പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ജെയിംസ് ഗണ്ണിന് കഴിയട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. സോ ഇതാണ് പുതിയ DC യൂണിവേഴ്സിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. കണ്ടന്റ് കൊള്ളാൻ തോന്നുമെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.